അട്ടപ്പാടിയിൽ വീടിന്റെ സ്ലാബ് തകർന്ന് കുട്ടികൾ മരിച്ചതിൽ ഗുരുതര ആരോപണവുമായി കുട്ടികളുടെ അമ്മ ദേവി. കുട്ടികളെ എടുക്കുമ്പോൾ ആദിക്ക് ജീവൻ ഉണ്ടായിരുന്നു, പക്ഷേ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം കിട്ടിയില്ല. പ്രൊമോട്ടറെ വിളിച്ചിട്ടും വണ്ടികളൊന്നും കിട്ടിയില്ല. ഇരുചക്ര വാഹനത്തിലാണ് കുട്ടികളെ കൊണ്ടുപോയത്. വീട് കൊടുത്താൽ വീട് പൂർത്തിയാക്കണമെന്നും അമ്മ പറഞ്ഞു. അതിന്റെ മുകളിൽ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടി താഴെ വീണു. കുട്ടികളുടെ താഴെയായിരുന്നു, അതിന്റെ മേലെ ഇതായിരുന്നു, മറ്റേ ഭിത്തി താഴെ പൊട്ടിട്ട്. പൊട്ടിയ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഓടിപ്പോയി നോക്കുമ്പോൾ ഒരാൾ കുഴപ്പമില്ലായിരുന്നു, ബാക്കി 2 പേരുടെ മേലായിരുന്നു, ഞങ്ങളുടെ കുട്ടികളുടെ മേലായിരുന്നു ഇത് രണ്ടും ഇതൊക്കെ കയറിയിട്ടുണ്ട്. ഒരാളെടുത്ത് നോക്കുമ്പോൾ തന്നെ പോയിട്ടുണ്ട്. മറ്റേ ആൾ കുറച്ചെങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ടൈമായി. റോഡ് ബ്ലോക്കാണ്, റോഡ് അവിടെ പണിത് കൊണ്ടിരിക്കാം. പറയാനുള്ളത് എന്താ, ഇതുപോലെ വേറെ ഏത് കുട്ടിക്കും വരണ്ട. വീട് കൊടുത്താൽ വീട് പൂർത്തിയാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ പകുതി പൈസ കൊടുത്തിട്ട് ഇതുപോലെ വേറെ കുട്ടികളാക്കണ്ട. വീട് കൊടുത്താൽ പൂർത്തിയാക്കണം. ഈ പ്രൊമോട്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടികളൊന്നുമില്ല. പിന്നെ ആദ്യം വിളിച്ചപ്പോൾ കിട്ടി, അപ്പോൾ വണ്ടിയില്ല, ഇവിടെ വണ്ടിയില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ വിളിച്ചപ്പോൾ പരിക്ക് പുറത്താം അങ്ങനെയൊക്കെ പറഞ്ഞു പോന്നു. പിന്നെ ഞങ്ങൾ അനിയന്മാര് ബൈക്കും പിന്നെ ആ ഏട്ടൻ്റെ ബൈക്കും ഏട്ടന്മാര് അങ്ങനെ കൊണ്ടുവന്ന് ബൈക്കിലാണ് കൊണ്ടുവന്ന്. വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവര് ബൈക്കിൽ വിട്ടു ഞങ്ങൾ. പിന്നെ ഞാൻ ഓട്ടോ കാത്തു നിന്ന്. എനിക്ക് ഓട്ടോ കിട്ടിയതും ഇവരൊക്കെ അകലെത്തി. പിന്നെ ഞാൻ വരുമ്പോഴേക്കും ടൈമായി. അപ്പോൾ പോകുമ്പോൾ പിന്നെ വന്ന് നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു. എടുക്കുമ്പം കുട്ടികൾക്ക് ആർക്കെങ്കിലും ജീവനുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, വലിയവനുണ്ടായിരുന്നു. ആദിക്ക് ചെറുതിനുണ്ടായിരുന്നില്ല. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, നമ്മൾ അറിഞ്ഞതിനും അപ്പുറമാണ് ഇപ്പോൾ ആ അമ്മ പറയുന്നത്. കുഞ്ഞുങ്ങളിൽ ഒരാളെ കൂടി രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു സമയത്ത് വാഹനം കിട്ടിയിരുന്നെങ്കിൽ. വാഹനം കിട്ടിയില്ല, കൊണ്ടുപോയത് സ്കൂട്ടറിൽ, ഗതാഗതക്കുരുക്ക്, അതോടൊപ്പം തന്നെ പണം നൽകുന്നതല്ലാതെ ഈ വീട് പൂർത്തിയാക്കാൻ ആരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ഗുരുതരമായ കൃത്യവിലോപവും ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വേദനയിലും ആ അമ്മ പറയുകയല്ലേ ദീപക്? അമ്മ തുറന്നു പറയാൻ നിർബന്ധിതയായതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം 2 കുഞ്ഞുങ്ങൾ ആ ഒരു സ്ലാബിനടിയിൽ അകപ്പെട്ട ഘട്ടത്തിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുന്നു. തുടർന്ന് 3 പേരാണ് അവിടെ കളിക്കാൻ വേണ്ടി പോയിരുന്നത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് അമ്മ തന്നെ പറയുന്നുണ്ട്. പക്ഷേ തന്റെ 2 മക്കളും ആ സ്ലാബിനടിയിലേക്ക് അകപ്പെട്ടു പോയപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്ന ഘട്ടത്തിൽ മൂത്ത മകനായിട്ടുള്ള ആദിക്ക് ജീവനിൽ മിടിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ കുട്ടിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലതവണ നടത്തി. പ്രൊമോട്ടറെ ഉൾപ്പെടെ വിളിച്ചെങ്കിൽ പോലും വാഹനം ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അവിടെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് മറ്റു വാഹനങ്ങൾ എത്താൻ ഉതകുന്ന സാഹചര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നീട് ബന്ധുക്കളുടേതടക്കം ഇരുചക്ര വാഹനത്തിലാണ് കുട്ടികളെ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ വാഹനം കിട്ടുന്ന ഇടത്തേക്ക് എത്തിക്കുന്നത്. ഈ അമ്മയ്ക്ക് പോലും ആശുപത്രിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഓട്ടോയ്ക്ക് കാത്തു നിൽക്കേണ്ടി വരുന്ന ഗതികേടുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യമായി അവർ എടുത്തു പറയുന്നത്. ഒരു പക്ഷേ ആദിയെ നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് അമ്മ തുറന്നു പറയുകയാണ്. പല വിധത്തിലുള്ള ഫണ്ടുകൾ, പല വിധത്തിലുള്ള ക്ഷേമ പദ്ധതികളൊക്കെ ഇത്തരത്തിലുള്ള ട്രൈബൽ മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടി നേരത്തെ ദീപക് മലയമ്മ വാർഡ് മെമ്പർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് കൊടുക്കാനുള്ള തുകയൊക്കെ കൊടുത്തു എന്നാണ്. പക്ഷേ തുക വകയിരുത്തുകയും അതിന്റെ വിനിയോഗം നടക്കുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇത്തരത്തിൽ താരതമ്യേന വിദ്യാഭ്യാസവുമായും അല്ലാതെയും ഒക്കെ ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് അവർക്കത് വിനിയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ടാകാം. എങ്കിൽ പോലും ആ പിഴവുകൾ മാത്രം എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട സമയമാണോ ഇത് എന്നുള്ള ചോദ്യമുണ്ട്. അതെങ്ങനെ ചെലവഴിച്ചു, അവർക്ക് വീടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിരീക്ഷണം നടത്തേണ്ടത് അല്ലെങ്കിൽ അതിനെ വിലയിരുത്തേണ്ടത് ആരാണ് എന്നുള്ള ചോദ്യമില്ലേ? സ്വാഭാവികമായി ഈ മെമ്പർക്കുൾപ്പെടെ ആ കാര്യത്തിലൊക്കെ ഉത്തരവാദിത്തമില്ലേ? തന്റെ വാർഡിലേക്ക് ഇത്തരത്തിലൊരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതി പൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അതിലുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തമൊക്കെ ഒരു മെമ്പർക്കുമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തീർച്ചയായും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതാണ്. കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാമായിരുന്നു, ആദിക്ക് പുറത്തേക്കെടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്ന കുഞ്ഞിന്റെ അമ്മ പറയുകയാണ്. അതോടൊപ്പം തന്നെ പണം അനുവദിച്ചാൽ പോരാ, പദ്ധതി പൂർത്തിയാക്കണം. ആ വീടായി മാറിയാലല്ലേ ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാകാതെ ഇരുന്നതിന്. ഇത്രയും വർഷം വച്ചു താമസിപ്പിച്ച ഒരു പദ്ധതിയാണ്. കൃത്യവിലോപത്തിന്റെ ഇരയായി ജീവൻ വെടിയേണ്ടി വന്ന 2 കുഞ്ഞുങ്ങളോട് സിസ്റ്റത്തിന് എന്താണ് പറയാനുള്ള മറുപടി എന്ന ചോദ്യവുമായി നമ്മൾ അവസാനിപ്പിക്കുകയാണ്.